കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ മകൻ ആഷിഖിന്റെ മൊഴി പുറത്ത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പാക്കിയതെന്നാണ് ആഷിഖ് പോലീസിന് മൊഴി നൽകിയത്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അമ്മയെ മകൻ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ജന്മം നൽകിയതിനാണ് താൻ കൊന്നുകളഞ്ഞത് അമ്മയെ എന്നുള്ള ഒരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശം? ജയലക്ഷ്മി, ഒരു നാടിനെ വെൽക്കം ബാക്ക്. അപ്പോൾ കേട്ടില്ലേ, സ്വന്തം അമ്മയെ വെട്ടി വീഴ്ത്തിയ മകനും പറയാനുണ്ട് ന്യായം, അവൻ്റെ ഭാഗത്തെ ന്യായം. ആ ന്യായം എന്താണെന്ന് വെച്ചാൽ ജന്മം കൊടുത്തതിനുള്ള കൂലിയാണത്രേ ആ അമ്മയ്ക്ക് മരണം കൊടുത്തത്. അതായത് ഒരു രോഗബാധിതയായിട്ട് ട്രീറ്റ്മെൻറ്റിൽ കഴിയുന്ന ഒരമ്മ ആ അമ്മയുടെ കഴുത്തറുത്ത് കൊന്നത് ആ അമ്മ ജന്മം കൊടുത്തിട്ടാണ് എന്നാണ് പറയുന്നത്. ലഹരിക്കടിമയാണ് ഇയാൾ എന്നാണ് പറയുന്നത്. ആയിരിക്കാം, ലഹരി എന്ന് പറയുന്നത് യഥേഷ്ടം ആർക്കും ഉപയോഗിക്കാം, അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെയും കയ്യിൽ എത്തിപ്പെടാൻ പാകത്തിന് ആ മാഫിയ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ മെയിനായിട്ടുള്ള ഒരു കാരണം ലഹരി ഉപയോഗമാണ്, വാട്ടവർ എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് സാമാന്യമായ ബോധമുണ്ട്, ബോധത്തോടെയാണ് ഇവരിത് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യവും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അയൽവക്കത്ത് പോയി കത്തി മേടിച്ചുകൊണ്ട് വന്ന് തേങ്ങ പൊതിക്കാനാണെന്നും പറഞ്ഞ് കത്തി മേടിച്ചിട്ട് വന്ന് ആരുമില്ലാത്ത സമയം നോക്കി ഈ സംഭവം ഒക്കെ ചെയ്യാൻ അറിയാം. എന്നിട്ട് എല്ലാം ചെയ്തിട്ട് ആളുകൾ വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ അറിയാം, ഒക്കെ അറിയാം. പക്ഷെ സ്വന്തം അമ്മയെയാണ് വെട്ടിക്കൊല്ലുന്നത് എന്നുള്ള ബോധം മാത്രമില്ല. ലഹരി ആയിരിക്കാം, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ലഹരി ഉപയോഗത്തിലൂടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്നു. ഒരു ലഹരിയും ഉപയോഗിക്കാതെ, വേറെ യാതൊരു പ്രശ്നവുമില്ലാതെ ഏതെങ്കിലും ആളുകളുടെ മാനിപ്പുലേഷനിൽ, ഏതെങ്കിലും ആളുകൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അമ്മമാരെ ഉപദ്രവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ദിനം പ്രതി ഡെയിലി നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് അങ്ങനെ ചെയ്യരുതേ, അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതേപോലെയുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെ പാർട്ട് ഓഫ് ദിസ് ഇഷ്യൂ തന്നെയാണ്. ഈ ഇഷ്യൂവിൻ്റെ ഒരു ഭാഗം തന്നെയാണത്. അതെന്തുകൊണ്ടാണ് അതിനെ ജനങ്ങൾ കണ്ണടയ്ക്കുന്നത്? അപ്പോൾ ഇത് വെട്ടിക്കൊന്നപ്പം മാത്രം അത് വലിയ സംഭവമായി. മാനസികമായിട്ട് വർഷങ്ങളായിട്ട് അമ്മമാരെ പീഡിപ്പിച്ചാൽ അതെങ്ങനെയാണ്? അതും ഈ ഒരു സംഭവത്തിൻ്റെ പാതയിൽ തന്നെ വരുന്ന ക്രൈം അല്ലേ അത്? ആ മാനസികമായിട്ടുള്ള ആ പീഡനത്തിൻ്റെ ആഘാതത്തിൽ ആ അമ്മമാർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ, ഏതെങ്കിലും മരണം തിരഞ്ഞെടുത്താൽ അത് ഈ ഒരു പാതയിൽ വരുന്ന സംഭവം തന്നെയല്ലേ? ഒരു ലഹരിയും ഉപയോഗിക്കാത്ത മക്കള് ഇങ്ങനെ ദിനം പ്രതി അമ്മമാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കവാറും ഇത് കണ്ടുവരുന്നത് ഇതിപ്പോൾ ഇയാൾ സിംഗിളാണ്, ലഹരി ഉപയോഗിച്ചിട്ട് അമ്മയെ വെട്ടിക്കൊന്നു. അല്ലാത്ത സംഭവങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിയാണ്. ഒരുമിച്ചല്ല ജീവിതമെങ്കിലും വേറെ മാറിപ്പോയി എന്നുണ്ടെങ്കിലും എന്തു തന്നെ ആയാലും ജന്മം കൊടുത്ത് പോറ്റി വളർത്തി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ മാനസികമായിട്ട് പീഡ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഇതേപോലെയുള്ള പ്രവൃത്തികൾക്ക് എഗെയിൻസ്റ്റ് തന്നെയാണ് എല്ലാവരും സംസാരിക്കേണ്ടത്. ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ ആരെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ, ഇവരെ പിന്താങ്ങുന്ന ഇത്തരം സംഭവങ്ങളെ വളർത്തിയെടുക്കുന്ന കുറേ ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അത് തന്നെയാണ് ഈ സൊസൈറ്റിയുടെ ദോഷം. അല്ലാതെ നിങ്ങൾ ആധികാരികമായിട്ട് വല്ല സമൂഹത്തിന് ഗുണവുമുള്ള കാര്യം ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. ഒരു സൊസൈറ്റിയിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ജനങ്ങൾ ജീവിച്ചിരുന്നിട്ട് മാത്രമാണ് ബാക്കി എന്ത് മുന്നേറ്റവും എന്ത് കാര്യവും സമൂഹത്തിൽ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തിട്ട് മാത്രമാണ് വേറെ എന്തൊക്കെ പുരോഗമനം ഉണ്ടായിട്ടും കാര്യമുള്ളൂ. ജീവനില്ലാത്ത ആളുകൾക്ക് എന്തിനാണ് പുരോഗതിയും പുരോഗമനവും മറ്റ് ഫെസിലിറ്റീസും ഒക്കെ? ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത്, മാറി വരേണ്ടത് സമൂഹത്തിൻ്റെ, ഈ സൊസൈറ്റിയുടെ ഈ തെറ്റിദ്ധാരണയാണ്. ഏതെങ്കിലും കാരണവശാൽ മാതാപിതാക്കളുമായിട്ട് മക്കൾ പിണങ്ങുകയോ അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിയുമ്പോൾ അവർ മാറി താമസിച്ച് അവരുടെ കാര്യമായിട്ട് ആ കാര്യമായി നോക്കി അവർ പൊയ്ക്കോട്ടെ. വീണ്ടും 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 റിപ്പീറ്റ് ഇതേപോലെ കാരണവന്മാരെ, പേരൻസിനെ ആക്രമിക്കാൻ ചെല്ലുന്ന മക്കളെ വളർത്തിവിടരുത്. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് ഒരിക്കലും. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഈ സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട്. അവരെടുക്കുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയാവോ? എവിടെയെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിഷയം കാണുമ്പോൾ ചാടി പിടിച്ച് അവരങ്ങ് എടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അതിനുള്ള സമയം, സാഹചര്യവും സന്ദർഭവും ഉണ്ടാക്കണ്ടെന്നേ. ഈ അമ്മായിയമ്മ എന്ന് പറയുന്നതും അവർ സ്ത്രീയാണ്, മരുമകൾ എന്ന് പറയുന്നത് അവർ സ്ത്രീ തന്നെയാണ്. അപ്പോൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ല എന്നുണ്ടെങ്കിൽ വിവാഹശേഷം മാറി താമസിച്ചോളുക, അവരവരുടെ കാര്യം നോക്കുക.
അതിനുശേഷവും നിരന്തരം അവരെയും കൂടെ പിറപ്പിനെയും ഒക്കെ സമൂഹത്തിൽ ഇതേപോലെ കരിവാരി ആളുകളും ഈ പറയുന്ന ഇന്നിപ്പോൾ നമ്മൾ ഈ കേട്ട ഈ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്വഭാവ വൈകൃതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ലഹരി ഉപയോഗിച്ച് അയാൾ അത് ചെയ്തു. ഒരു ലഹരിയും ഉപയോഗിക്കാതെ ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും അധികം നമ്മുടെ സൊസൈറ്റിക്ക് ദോഷം ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവർ തന്നെയാണ്. പക്ഷെ സ്വബോധത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇവിടെയുള്ള ജനങ്ങൾ ഒരു കൂട്ടം ആളുകൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്കിതിനെപ്പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കാര്യം ഒരുപാട് അമ്മമാർ റിപ്പീറ്റ് എന്തിനാണ് ഇത് പറയുന്നത്, സമൂഹത്തിന് ഉപകാരമുള്ള എന്തെങ്കിലും പറയും. ഇത് തന്നെയാണ് സൊസൈറ്റിക്ക് വേണ്ടത്, ഇത് തന്നെയാണ് സമൂഹത്തിന് ഉപകാരപ്പെടേണ്ടത്. വീട്ടിലുള്ള പ്രശ്നവും അലമ്പുകളും വഴക്കുകളും ഒക്കെ പോരാഞ്ഞ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണ് ഇപ്പോൾ പേരൻസിനെ കരിവാരി തേക്കാനും അവരെ ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട്. അതും അംഗീകരിച്ച് ജനങ്ങൾ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കണം അല്ലേ? ഇതിനാണ് ആദ്യം മാറ്റം വരേണ്ടത്. ഇപ്പോൾ അത് സ്വയം അവനവന് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഭീകരത എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് കേസുകൾ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇയാൾ ഇന്നലെ കണ്ടില്ലേ, ഒരാൾ ചെന്നിട്ട് 3 പേരെ, ഒരു വീട്ടിലെ 4 പേരെ വെട്ടിക്കൊന്നു. അതും ലഹരി ഉപയോഗമാണ്, മാനസിക രോഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പലരും ഈ 4 പേരെ അറ്റാക്ക് ചെയ്ത അയാൾക്കെതിരെ നേരത്തെയും മുമ്പേയും ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാനസിക രോഗിയാണ് എന്നുള്ള ഒരു പരിഗണനയിൽ അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയധികം ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള, ജനങ്ങളെ ആക്രമിക്കാനുള്ള മാനസിക രോഗമുള്ള ഒരാളെ ഇങ്ങനെ തുറന്നു വിടുകയാണോ ചെയ്യേണ്ടത്? മാനസിക രോഗം ഉള്ളത് കൊണ്ട് ജനങ്ങളെ ആക്രമിച്ചോട്ടെ എന്നാണോ? ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഇതിപ്പോൾ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് വെറുതെ ഒരു എലിയൊക്കെ കൊല്ലുക എന്ന് പറയുന്നത് പോലെയുള്ളൂ. കേസുമായിട്ട് നടന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വൈകൃതം കാണിച്ചവർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ കഷായം ഗ്രീഷ്മയുടെ കാര്യം കണ്ടില്ലേ? ഇപ്പോഴും അവളെ അനുകൂലിച്ചിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. പ്രായം ഇത്രയല്ലേ ഉള്ളൂ, പെൺകുട്ടിയല്ലേ, നന്നായിട്ട് പഠിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു കഷ്ടമാണല്ലേ. ശരിയാണ്, പരിഗണന കൊടുക്കാം. ഏതെങ്കിലും കാരണവശാൽ അവളെടുത്ത ജീവൻ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാം, എന്തെങ്കിലും ഇളവ് കൊടുക്കാം. അതല്ലാതെ ആ ജീവൻ ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊരു കാര്യം നിലനിൽക്കെ എന്ത് കണ്ടിട്ടാണ് ഇവൾക്ക് നിയമപരീക്ഷ കൊടുക്കേണ്ടത്, നിയമത്തിൽ ശിക്ഷയിൽ ഇളവ് കൊടുക്കേണ്ടത്? അതിന് പറയുന്ന കാര്യങ്ങൾ ഇവളുടെ ഭാഗം ന്യായീകരിക്കാമല്ലോ. പ്രായം ഇത്രയേ ഉള്ളൂ, ഇനി പഠിക്കണം. ഇവൾ പഠിച്ചിട്ട് എന്തിനാണ്? ഇവിടെ ഈ ലോകത്ത് ഇനി ഒന്നും കൂടെ പൊട്ടിമുളച്ചിട്ട് ഒന്നും കൂടെ ഈ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്തിനാണ്? ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയല്ലേ ആ ലേഡി ചെയ്തത്. അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ തന്നെയാണ് അവൾക്ക് അനിവാര്യമായിട്ടുള്ളത്. അതും ആ ശിക്ഷയിലും ഇളവിന് വേണ്ടിയിട്ട് എന്തിനാണ് വാദിക്കുന്നത്? ശരിയാ, ഞാൻ പറഞ്ഞതുപോലെ അവൾ എടുത്ത ജീവൻ തിരിച്ചു കൊടുക്കാൻ അവൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള കുറ്റങ്ങൾക്കൊന്നും ഒരിക്കലും ഒരല്പം പോലും ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. നിയമവും കുറേയൊക്കെ മാറ്റി എഴുതപ്പെടേണ്ടതുണ്ട്. കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ഇതേപോലെയുള്ള മെൻ്റലാണ്, അതാണ്, ഇതാണ്, അറിവില്ലായ്മയാണ്, പ്രായത്തിൻ്റെ പക്വതക്കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രിമിനലുകൾ ഇനി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപാട് അമ്മയും പെങ്ങളെയും വിറ്റ് തിന്നുന്ന ജീവികൾ ഒരുപാട് ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് മാത്രം നീതി വേണം, അവർക്ക് മാത്രം ന്യായം വേണം, അവർക്ക് മാത്രം എല്ലാ സൗകര്യങ്ങളും വേണം. ഇതിനെ താങ്ങാനും സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഒരുപറ്റം ആളുകളും. അതാണ് ഈ ലോകം ഇങ്ങനെ കുറ്റങ്ങളുടെ മാത്രം ഒരു കൂമ്പാരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം വലിയ ക്രൈം ചെയ്താലും ശിക്ഷ ഇത്ര തന്നെ. ഒരുപാട് കാലം ജയിലിൽ സുഖിച്ച് ജീവിക്കാം. ജയിലിലൊക്കെ ഇവർക്ക് പ്രത്യേക പരിഗണന തന്നെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നമ്മുടെ ഗോവിന്ദസ്വാമി ആ പുള്ളിയുടെ ആ ഒരു രൂപമാറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇത്രയധികം തെറ്റ് ചെയ്താലും എന്താ ശിക്ഷ ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ല നടത്തിപ്പ് അങ്ങനെ പ്രായം അതൊക്കെ വെച്ചിട്ട് കുറേ പരിഗണനകളും ശിക്ഷ ഇളവുകൾ ഒക്കെ കിട്ടും. അപ്പോൾ പിന്നെ ചെയ്യുന്നതിന് എന്താ അല്ലേ? അതേസമയം ഒരു പട്ടിയോ പന്നിയോ എന്തെങ്കിലും ഒരു മൃഗത്തെ ജനങ്ങൾ കൊന്നു നോക്കട്ടെ, അപ്പോൾ കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയാം. ഇതൊക്കെ തൊടാൻ പാടില്ല. മൃഗങ്ങൾക്കുള്ളതിൻ്റെ 100% പരിഗണന ഇന്ന് ഈ സൊസൈറ്റിയിൽ മനുഷ്യനില്ല. മനുഷ്യൻ മരിച്ചാലും കുഴപ്പമില്ല, മനുഷ്യൻ ആക്രമിക്കപ്പെട്ടാലും കുഴപ്പമില്ല, മറ്റുള്ളവരാൽ തേജോവധം ചെയ്യപ്പെട്ടാലും കുഴപ്പമില്ല. മനുഷ്യനാൽ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന നിയമങ്ങളൊക്കെ ഇപ്പം മനുഷ്യനെതിരാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്,
ലഹരി ഉപയോഗിച്ച ഒരു മകൻ അങ്ങനെ ചെയ്യുന്നു. ഒരു ലഹരിയും ഉപയോഗിക്കാതെ മക്കൾ ഇപ്പോഴും മാനസികമായിട്ട് കാരണവന്മാരെ പേരൻസിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവന് ഇങ്ങനെ ശിക്ഷ കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കാത്തവർക്ക് എത്ര വലിയ ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അത് സ്വബോധത്തോടെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ലഹരി മാഫിയയെ ഇല്ലാതാക്കാനും അത് കുട്ടികളുടെ കയ്യിൽ എത്തപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളൊന്നും അത്ര ആക്റ്റീവായിട്ട് നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. സ്വന്തം അമ്മയെ കൊന്ന ശേഷം വിളിച്ചു പറയാണ് ജന്മം കൊടുത്തതിനുള്ള ശിക്ഷയാണെന്ന്. അതൊക്കെ പറയാനറിയാം. എനിക്ക് ഒരു പരിധി കൂടുതൽ അയാൾ ലഹരിയുടെ അടിമയാണ് അതുകൊണ്ടാണ് എന്നുള്ളതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എല്ലാം ബോധപൂർവം തന്നെയാണ് ചെയ്യുന്നത്. ഈ ലഹരി ഉപയോഗിക്കുന്നതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരല്പ സ്നേഹം ഉണ്ടെങ്കിൽ ഒക്കെ സ്വയം വിലക്കാവുന്ന, സ്വയം ചിന്തിക്കാവുന്ന നമ്മുടെ നാട്ടിലെ നിയമങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്കിതൊക്കെ ഈസി ആയിട്ട് കിട്ടും എന്നറിയാം. ഇത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അതിനുള്ള ഡിസിഷൻ എടുക്കാനെങ്കിലും കുട്ടികൾ മാനസികമായിട്ട് തയ്യാറാകണ്ടേ. അല്ലാതെ കിട്ടുന്നതെല്ലാം ഞാൻ വാങ്ങി ഉപയോഗിക്കും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവിതം തന്നെയല്ലേ ഇല്ലാതാവുക. ഈ ലഹരി മാഫിയൊക്കെ നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാൻ മാത്രമേ പറ്റൂ. അതില്ലാതാക്കണം, അവരെ പിടിക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയാൻ മാത്രമേ പറ്റൂ. എത്രത്തോളം ഇതൊക്കെ പ്രാബല്യത്തിൽ വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ജനങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ജനങ്ങൾ ചെയ്യണം. അത് തന്നെയാണ് ചെയ്യുന്നത്. ലഹരി ഉപയോഗത്തിലൂടെ അല്ലാതെ പേരൻസിനെ കുറ്റം പറയുന്ന ആളുകളെയും ക്രിറ്റിസൈസ് ചെയ്യാനും ആ ഒരു മാഫിയ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇല്ലാതാക്കാനും ഉള്ള ഒരു പ്രയത്നം അത് നമ്മളും ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പറ്റം ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ആളുകൾ ഈ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആളുകളെ വിവേചിച്ചറിയാൻ, തരംതിരിച്ചറിയാൻ നല്ല ഈസിയാണ്. ക്രൈം ചെയ്യുന്നവരാരാണ്, ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാരാണ് എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടും അതുകൊണ്ട്.